സഭയുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ഫലമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയിൽ നിന്നുമാണ് ഭാരതീയ പൂജയും പിന്നീട് യോഗ കുർബാനയും ഓണക്കുർബാനയും വിഷുക്കണി കുർബാനയും എല്ലാം ഉണ്ടായത്. സഭയുടെ ഇന്നത്തെ പല അപജയങ്ങൾക്കും കാരണമായത് മറ്റൊന്നുമല്ല, സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുളിച്ചത് തന്നെയാണ്. ഇപ്പോൾ കൊണ്ടാടുന്ന ജനാഭിമുഖ കുർബാനയ്ക്ക് ആരാണ് അനുവാദം കൊടുത്തത്? വത്തിക്കാനിൽ നിന്നും കൊടുത്തിട്ടില്ല. 1968 പാറേക്കാട്ടിൽ തിരുമേനിയുടെ കാലത്ത് അദ്ദേഹവും മറ്റു 4 തിരുമേനിമാരും അടങ്ങുന്ന സംഘം വത്തിക്കാനിലേക്ക് അയച്ച തക്സയിൽ വചനഭാഗമൊഴികെ ബാക്കി കുർബാന മുഴുവൻ ദൈവോന്മുഖമായിരുന്നു. ഇതിന് പോലും വത്തിക്കാനിൽ നിന്നും കിട്ടിയ അനുമതി വെറും 2 വർഷത്തേക്ക് ടെമ്പററി എന്ന രീതിയിലായിരുന്നു. ഇതെല്ലാം റോമൻ ഡോക്യുമെന്റ്സിൽ കോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ 1 വർഷത്തിനുള്ളിൽ പാറേക്കാട്ടിൽ തിരുമേനി ലൂർദ് സ്വാമി എന്ന ലത്തീൻ ആർച്ച് ബിഷപ്പിന്റെ സഹോദരനായ അമലോത്ഭവദാസ് എന്ന അച്ഛൻ തുടങ്ങി വെച്ച ഭാരതീയ പൂജയിൽ ആകൃഷ്ടനായെങ്കിലും വത്തിക്കാനിൽ നിന്ന് അമലോത്ഭവദാസിനെ വിലക്കുകയും ലത്തീൻ സഭ അതിനെ പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തിയ സാഹചര്യത്തിൽ മാർ പാറേക്കാട്ടിൽ അത് ഉപേക്ഷിക്കേണ്ടതായും വന്നു. എന്നാൽ അതേസമയം മറ്റു 4 പിതാക്കന്മാരോടും ചർച്ച ചെയ്യാതെ വത്തിക്കാനെ പോലും അറിയിക്കാതെ അദ്ദേഹം തുടങ്ങിയ ചാവിളയാണ് ജനാഭിമുഖ കുർബാന. പിന്നീട് അദ്ദേഹം സ്വന്തം ആഗ്രഹത്തിൽ ചെയ്ത നിരുത്തരവാദപരമായ ആരാധനാക്രമ വൈകൃതം തിരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല. അനുസരണക്കേട് കാണിച്ചതിനാൽ പിന്നീട് അദ്ദേഹത്തിന് സ്വയം മാറിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതാണ് ജനാഭിമുഖം എന്ന കുർബാനയുടെ ജനന രഹസ്യം. അല്ലാതെ 2ാം വത്തിക്കാൻ സുനകദോസുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഉണ്ടെന്ന് പറയുന്നവർ കല്ല് വെച്ച നുണ പറയുന്ന പാതിരിമാർ മാത്രമാണ്.